കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്തയാളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. സർക്കാർ ഇക്കാര്യം ഒരു സംശയത്തിനും ഇടയില്ലാതെ സഭയിൽ വ്യക്തമാക്കിയ ശേഷവും അദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയാനാണ്, സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. സർക്കാർ അങ്ങനെ ഒരു കാര്യമേ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്ന് സഭയിൽ സംശയരഹിതമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായി. കാരണം ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇപ്പൊ ജയിൽ മേധാവി സമർപ്പിച്ച പട്ടിക സ്വാതന്ത്ര്യത്തിന് 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടിക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളതല്ല, അതിൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. അത് കണ്ടെത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതിയ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് 3/6 എഴുതിയ കത്ത്. മാത്രമല്ല ഈ കേസിൽ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ഒരു കാരണവശാലും അവരതിന് അർഹരല്ല എന്നത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. 20 വർഷം കഴിയാതെ അതിനെ പരിഗണിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ സർക്കാർ അതിനൊരു ശ്രമം നടത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. സാധ്യമാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ടും ആ പ്രചരണം നടത്തി. അപ്പോൾ തന്നെ സർക്കാർ അത് വ്യക്തമാക്കി, പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. നിയമമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. ഇന്ന് നിയമസഭയിലും വ്യക്തമാക്കി. എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും ഈ അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണത്തിൻ്റെ രീതി. സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം പ്രചരിപ്പിക്കുക. കാരണം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കും അറിയാം. എന്നിട്ടും അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് സർക്കാർ വ്യക്തമാക്കിയാലോ സർക്കാരിൻ്റെ എന്തോ ഒരു തെറ്റായ നീക്കം ഞങ്ങൾ കണ്ടുപിടിച്ച് കളഞ്ഞു, ഞങ്ങളത് പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് മേനി നടിക്കുക, സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക. ഈ ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് സഭയിൽ ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്ടലാക്ക് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഒരു ഘട്ടത്തിലും ഇത് ആലോചിച്ചിട്ടില്ല. അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിലുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇത്തരം നടപടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. അല്ല, ഞാൻ പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് അർഹരല്ലാത്ത ആളെ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്നയാൾ ഒരു കാരണവശാലും ഇതിന് പരിഗണിക്കാൻ പറ്റാത്തയാളുടെ പേര് അയക്കുകയാണ്. അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം സർക്കാരിൻ്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും.